പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡന്റ് ഇത് പറഞ്ഞിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. കാരണം ഒരാൾക്ക് ഇങ്ങനെയൊക്കെ മാറാൻ പറ്റുമെന്നുള്ളതാ. അന്ന് പ്രതാപൻ ആ കൂട്ടുകാരനെ കൊണ്ടുവന്നില്ലേ, അരമണിക്കൂർ അയാള് കൃത്യമായിട്ട് ഉപദേശിച്ചു. ആണല്ലേ? ഞാൻ പറഞ്ഞില്ലേ പുള്ളി നല്ലൊരു മോട്ടിവേഷൻ ടീമാണ്. എനിക്ക് തോന്നണേ പുള്ളി എന്തോ മരുന്ന് കൊടുത്തിട്ടുണ്ട്, അത് കൃത്യമായിട്ട് കഴിക്കുന്നുണ്ട് ആള്. ആണല്ലേ? മുടങ്ങിയിട്ടില്ല ഇതുവരെ. ഇപ്പൊ ബാറിലും ഷാപ്പിലൊന്നും പോകൂല. ബാറിലും പോണില്ല, ഷാപ്പിലും പോണില്ല, ബീവറേജിലും പോണില്ല, ഇവിടെ തന്നെ ഉണ്ട് ആള്. ആണല്ലേ? പിന്നെ ക്ലീൻ ആൻഡ് ക്ലീൻ ആണ് പുള്ളി. എന്തായാലും പ്രസിഡന്റിന് പുറത്തിറങ്ങി നടക്കാലോ. അതൊരു അഭിമാനം ഉണ്ട്. ഇപ്പൊ ഒരു കുഴപ്പമില്ല നാട്ടുകാരുടെ മുമ്പിൽ. അല്ല അവിടെ ഇരിക്കണ്ട്. അതെ, ഞാൻ നോക്കി കണ്ടിട്ട് വരട്ടെ. ഈശ്വരനൊരിക്കൽ മറന്നുപോയി രാജകൊട്ടാരത്തിൽ. പാട്ടൊക്കെ പാടി ഹാപ്പി ആയിട്ടിരിക്കാനല്ലേ? കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞ്, വെള്ളമടിയൊക്കെ നിർത്തിയ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞ് വിട പറഞ്ഞു. നന്നായി. ഏതായാലും കാരണം അടിയൊക്കെ നിർത്തി, പൂർണ്ണമായിട്ട് നിർത്തി. പുറത്തു പോക്കുമില്ല. ഞാൻ അറിഞ്ഞു, എന്നോട് പറഞ്ഞു ബാറിന്റെ വാതിക്കലും ഷാപ്പിന്റെ വാതിക്കലും എങ്ങും പോകാറില്ലെന്ന്. നമ്മളായിട്ട് കുടുംബത്തിൽ ഈത്തപ്പേര് ഉണ്ടാക്കുമെന്ന് കരുതി അതിനൊരു ഈത്തപ്പേര് നമ്മളായിട്ട് ഉണ്ടാക്കണ്ടെന്ന് കരുതി ബാറിലും പോണില്ല, ബിവറേജിലും പോണില്ല, കള്ളു ഷാപ്പിലും പോണില്ല, വീട്ടിൽ നിന്ന് പുറത്തേക്കും പോണില്ല. അത് നന്നായിരുന്നു. ഒരു കണക്കിന് നോക്കിയ ഭാര്യ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ, അപ്പൊ അവർക്ക് കാര്യങ്ങളൊക്കെ നോക്കി നടത്തണ്ടല്ലേ. അപ്പൊ നിങ്ങൾ കാരണം വില കളയുന്നില്ലല്ലോ. ഞാൻ ഒരു കാര്യം പറയാനുള്ളൂ, എന്റെ കൂട്ടുകാരൻ കൊണ്ട് എങ്ങനെയാണ് മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ? എന്റെ മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ ഓക്കെ. മരുന്നൊക്കെ തന്നു പറഞ്ഞു. ഓ, മരുന്ന് ഇഷ്ടം പോലെ വന്നു. ഞാൻ ഒരു കാര്യം സ്നേഹം കൊണ്ട് പറയുന്നു, കൃത്യമായിട്ട് മരുന്ന് കഴിച്ചോളാം കേട്ടല്ലോ. എടാ, മരുന്ന് ഇവിടെ ഉണ്ട്, ഞാൻ കഴിക്കാറുണ്ട്, ഇന്നൊട്ട് കഴിച്ചിട്ടുമില്ല. അതെന്താണ്? മരുന്ന് കഴിക്കാൻ ഒരു തണുത്ത സോഡ വേണം.